കുട്ടി ആകെ വിഷമത്തിലായി. അങ്ങനെ ഉപ്പയും ഉമ്മയും പാതിരാ 2:30 മണി കഴിഞ്ഞപ്പോൾ എത്തിയപ്പോഴും ബേജാറിലായ കുട്ടിയെ കണ്ടു ഉമ്മ ചോദിച്ചു, "എന്താണ് മകളെ?" മകളൊന്നും പറഞ്ഞില്ല. എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. കുട്ടിയെ ആകെയുള്ള മകളായതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം അവർക്ക് വലിയൊരു സ്വപ്നമായിരുന്നു. വിവാഹത്തിന് വേണ്ടി ആലോചനകൾ വരുമ്പോൾ എല്ലാം കുട്ടി വിസമ്മതിച്ചു. എത്ര നല്ല പുതിയാപ്ല വന്നാലും അവൾ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉപ്പയും ഉമ്മയും ആകെ ബേജാറിലായി. വീണ്ടും അവളോട് ചോദിച്ചു, "എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നു? നീയല്ലേ ഞങ്ങളുടെ തലമുറയെ കൊണ്ടുവരേണ്ട മകളല്ലേ? നീയല്ലേ ഞങ്ങൾക്കൊരു മകളല്ലേ ഉള്ളൂ? നിനക്ക് വിവാഹം ചെയ്താൽ മാത്രമല്ലേ ഞങ്ങൾക്ക് കുടുംബമുണ്ടാവുകയുള്ളൂ" എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും കുട്ടിക്ക് തലയിൽ കയറുന്നില്ല. അവളാകെ ഒന്നും ആരെയും വിവാഹം കഴിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അവസാനം ഒരുപാട് ഉമ്മ പറഞ്ഞപ്പോൾ ആ ജിന്ന് വന്നതും ആ സംഭവങ്ങളെല്ലാം ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു. ആ പറയലോടുകൂടി തന്നെ ആ കുട്ടിക്ക് ജിന്നിൻ്റെ ശാപമേൽക്കുകയും ആ കുട്ടി ഭ്രാന്താവുകയും ചെയ്തു. ആ ഭ്രാന്തിയായ പെൺകുട്ടിയെയും കൊണ്ട് ആ ഉപ്പയും ഉമ്മയും പല പള്ളികളിലും പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അങ്ങനെ അവൾക്ക് കുറച്ച് സുഖമാവുകയും പള്ളിയിൽ നിന്നും കുറേ സുഖമാവുകയും അങ്ങനെ കുറച്ച് മാസം 5-6 മാസം അവൾ ഭ്രാന്തിയാവുകയും 5-6 മാസം വീണ്ടും നല്ല നിലയിലാവുകയും അങ്ങനെയായിരുന്നു അവളുടെ ജീവിതം. 6 മാസം നല്ല ഒന്നുമില്ലാതെ നല്ലത്, 6 മാസം ഡിപ്രഷനും ഭ്രാന്തുമൊക്കെയായി വിഷമങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ജീവിക്കുകയായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം ചെയ്യാൻ ഒരാൾ സമ്മതിക്കുകയും ആ വിവാഹം കഴിയുകയും 4 പെൺമക്കളുടെ ഉമ്മയായി ഈ ഉമ്മ ജീവിക്കുകയും നല്ല ഒരു മരണമാണ് ആ സ്ത്രീയുടേതെന്നാണ് അന്ന് ജീവിച്ചിരിക്കുന്ന ആൾ പറഞ്ഞത്.